പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉത്സവപ്പറമ്പിലെ കിട്ടണ പോലെ കോട്ടിംഗ് ഒന്നും പൊളിഞ്ഞു പോകാതെ നല്ല ക്രിസ്പി ആയിട്ടുള്ള കോളിഫ്ലവറിന്റെ ഫ്രൈയും അതിന് പറ്റിയൊരു ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിവിടെ ഏകദേശം 1 കിലോയും ഒരു 100 ഗ്രാമും കൂടെ വരുന്ന കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറിയ പീസായിട്ട് ഇതേപോലെ ഒന്ന് അടത്തി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, വിനാഗിരി, നല്ല തിളച്ച വെള്ളം ഇത്രയും ഒഴിച്ച് നമുക്കൊരു 30 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. അതൊന്ന് ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് കോളിഫ്ലവറിലേക്ക് ആവശ്യമുള്ള ബാറ്റർ തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി 250 ഗ്രാമിൻ്റെ മെഷറിംഗ് കപ്പിൽ 1 കപ്പ് കടലമാവ്, 1 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, അതുകൂടാതെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, 1 കപ്പ് വെള്ളം. ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് മിക്സ് ചെയ്യാനായിട്ട് ഏകദേശം 1.5 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. നമ്മൾ പൊടികളെടുത്ത അതേ കപ്പിൽ തന്നെയാണ് വെള്ളം എടുക്കുന്നത്. 1 കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു, കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം മിക്സ് ചെയ്യാനായിട്ട്. നമ്മൾ മുഴുവനായും 1.5 കപ്പ് വെള്ളത്തിൽ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല തിക്ക് ബാറ്ററായിട്ട് തന്നെ എടുത്തേക്കുന്നത്. ഇനി നമ്മൾ ചൂടുവെള്ളത്തിലിട്ട കോളിഫ്ലവർ മുഴുവനും ഒന്ന് ഇതേപോലെ ഒന്ന് കോരി മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മൾ കോളിഫ്ലവർ എല്ലാം ഇതേപോലെ മാറ്റി വെച്ചിട്ടുണ്ട്. അതൊന്നും കൂടെ കഴുകി വൃത്തിയാക്കി എടുക്കാം നമുക്ക് കേട്ടോ. അതിനുശേഷം ഇതേപോലെ ബാറ്ററിൽ ഒന്ന് മുക്കി നോക്കാം. കണ്ടില്ല, ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇതാണ്. കോളിഫ്ലവർ മുക്കി എടുത്തു കഴിഞ്ഞ് ഇതേപോലെ നന്നായിട്ട് കോട്ട് ചെയ്ത് പിടിച്ചിരിക്കണം. ഇതേ അളവിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഇതേപോലെ തന്നെ കിട്ടും കേട്ടോ. ഇനി നമ്മളൊരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് 1 പിടി കറിവേപ്പിലയും 1 കുടം വെളുത്തുള്ളി ചതച്ചതും 2 വറ്റൽമുളകും ആദ്യം ഒന്ന് പൊരിച്ചു കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കോളിഫ്ലവർ ഈ ബാറ്ററിൽ മുക്കി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കോളിഫ്ലവർ മുഴുവനായിട്ടും തന്നെ ബാറ്ററിൽ ആദ്യം തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരുമിച്ച് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ കൈകൊണ്ട് ഒരുമിച്ച് വാരി നമ്മളൊന്ന് സെപ്പറേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി. കാണിച്ചു തരാൻ വേണ്ടി ഓരോന്നായിട്ട് എടുത്തിട്ടതാണേ. ഇനി നമുക്ക് ഫസ്റ്റത്തെ ട്രിപ്പ് ഒന്ന് കോരി മാറ്റി വയ്ക്കാം. അതിനുശേഷം രണ്ടാമത്തെ ട്രിപ്പ് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ കോളിഫ്ലവർ മുഴുവനായിട്ടും ബാറ്ററിൽ മുക്കി വെച്ചിട്ട് അതിനകത്തുനിന്ന് വാരി ഇട്ട് കൊടുക്കണതാണ്. ഞാനിതിൽ എക്സ്ട്രാ കളറൊന്നും ചേർക്കുന്നില്ല കേട്ടോ. നല്ല ചുമന്ന കളർ വേണമെന്നുള്ളവർക്ക് ചുമന്ന ഫുഡ് കളർ 1 ഡ്രോപ്പ് ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പ് കോളിഫ്ലവർ ഇതേപോലെ പൊരിച്ചു കോരി മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ കോളിഫ്ലവർ മുഴുവൻ ഇവിടെ വറുത്തെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് കൂട്ടി കഴിക്കാനായിട്ട് ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ബീച്ചിലൊക്കെ കിട്ടുന്ന ആ ഒരു ചമ്മന്തിയുടെ ടേസ്റ്റാണ് ഇതിന്. ഒരു സവാള ഇതേപോലെ തൊലി കളഞ്ഞെടുത്തിട്ട് ചെറിയ പീസായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുത്ത സവാളയിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, ഇത് രണ്ടുമാണ് ആകെ ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അതിനകത്തേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ലൂസാവാൻ കുറച്ചും കൂടെ വിനാഗിരി ആവശ്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ കൺസിസ്റ്റൻസിയിലാണ് ഞാനിത് എടുക്കാറുള്ളത്. ഇത്രയും തിക്കാണ് നല്ലത് കേട്ടോ കഴിക്കാനായിട്ട്. വെള്ളം ചേർത്ത് കൊടുക്കരുത്. വെള്ളം ചേർത്താൽ ഉള്ളിക്ക് ഒരു കയ്പ്പ് രസം ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുക. കോളിഫ്ലവർ പൊരിച്ച് ഇതേപോലെ ഒന്ന് കഴിച്ചു നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റും കൂടെ ചെയ്യണേ. താങ്ക്